തെക്കൻ ചൈനയിലെ ഗ്വാങ്ഷി മേഖലയിൽ കനത്ത നാശം വിതച്ച മെയ്സാക് ചുഴലിക്കാറ്റും അതിനെ തുടർന്നുണ്ടായ പ്രളയവും ജനജീവിതം പൂർണ്ണമായും സ്തംഭിപ്പിച്ചിരിക്കുകയാണ്. പ്രളയക്കയത്തിൽ അകപ്പെട്ടു പോയ പതിനായിരക്കണക്കിന് ആളുകളെ രക്ഷപ്പെടുത്താൻ ചൈനീസ് ഭരണകൂടം തങ്ങളുടെ വിസ്മയിപ്പിക്കുന്ന സൈനിക ശേഷിയുള്ള അത്യാധുനിക സംവിധാനങ്ങളാണ് രംഗത്തിറക്കിയിരിക്കുന്നത്. റോഡിലൂടെ കൊണ്ടുപോകാൻ കഴിയുന്നതും വെള്ളത്തിലിട്ടാൽ തനിയെ നിവർന്നു പ്രവർത്തിക്കുന്നതുമായ സെൽഫ് പ്രൊപ്പൽഡ് പോണ്ടൂൺ ബാജുകളാണ് ചൈനീസ് ദുരന്ത നിവാരണ സേനയായ ചൈന ആനന്ദ് കൺസ്ട്രക്ഷൻ ഗ്രൂപ്പ് ഇവിടെ രക്ഷാപ്രവർത്തനത്തിനായി ഉപയോഗിക്കുന്നത്. ചൈനീസ് ഔദ്യോഗിക മാധ്യമമായ സിൻഹുവ നോഹയുടെ പെട്ടകമെന്ന് വിശേഷിപ്പിച്ച ഈ അത്യാധുനിക ബോട്ടുകൾക്ക് ഒരേ സമയം നൂറുകണക്കിന് ആളുകളെ വഹിക്കാൻ ശേഷിയുണ്ട്. ഗ്വാങ്ഷിയിലെ ഗുഗ്വാങ്ങിൽ പ്രളയത്തിൽ ഒറ്റപ്പെട്ടു പോയ 6000-ഓളം കോളേജ് വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഈ അത്യാധുനിക സംവിധാനം ഉപയോഗിച്ചാണ് അതിവേഗം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയത്. ലോകമെമ്പാടുമുള്ള ചൈനീസ് എംബസികൾ ഈ അത്ഭുത രക്ഷാപ്രവർത്തനത്തിന്റെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുന്നുണ്ട്. ഹെലികോപ്റ്ററുകൾക്ക് പുറമെ ഭാരമേറിയ അത്യാധുനിക ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ഉൾപ്രദേശങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവർക്ക് ഭക്ഷണവും മരുന്നും എത്തിക്കുന്നത്. എന്നാൽ പ്രളയ ദുരന്തത്തിന് പുറമെ ചൈന ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഭീതിയിലാഴ്ത്തുന്നത് മറ്റൊന്നാണ്. ഹെങ്ഷോ നഗരത്തിന് കിഴക്കുള്ള വൻകിട വിഷപ്പാമ്പ് വളർത്തൽ കേന്ദ്രങ്ങളും മൃഗശാലകളും പ്രളയത്തിൽ പൂർണ്ണമായും തകർന്നതാണ് ചൈനീസ് ജനതയെ മരണഭീതിയിലാഴ്ത്തിയിരിക്കുന്നത്. വെള്ളപ്പൊക്കത്തിൽ പാമ്പ് ഫാമുകൾ മുങ്ങിയതോടെ കോബ്ര, അണലി, ശംഖുവരയൻ, രാജവെമ്പാല തുടങ്ങിയ ഇനങ്ങളിൽപ്പെട്ട 900-ലധികം മാരക വിഷമുള്ള പാമ്പുകളാണ് ജനവാസ മേഖലകളിലേക്ക് ഒഴുകിയെത്തിയിരിക്കുന്നത്. വീടുകളിലും കെട്ടിടങ്ങളിലും പാമ്പുകൾ കയറിക്കൂടിയത് കണ്ട് ഒരു ഹൊറർ സിനിമയിലെ രംഗങ്ങൾ പോലെ ജനങ്ങൾ പ്രാണരക്ഷാർത്ഥം നിലവിളിക്കുകയാണ്. ഇതിനകം തന്നെ നിരവധി ഗ്രാമീണർക്ക് പാമ്പുകടി ഏറ്റിട്ടുമുണ്ട്. ഫാമിൽ നിന്ന് ചാടിയ കോബ്രയുടെ കടിയേറ്റൊരു സ്ത്രീ ഇതിനകം തന്നെ മരണപ്പെടുകയും ചെയ്തു. പ്രളയബാധിത പ്രദേശങ്ങളിൽ ആന്റിവെനം പരമാവധി ലഭ്യമാക്കാനുള്ള കഠിന ശ്രമത്തിലാണ് ആരോഗ്യ പ്രവർത്തകർ. പ്രദേശത്തെ ലുലാൻ, യുൻബിയാവോ അണക്കെട്ടുകൾ തകർന്നതാണ് നാനിങ് നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും പെട്ടെന്നുള്ള കനത്ത നാശനഷ്ടത്തിന് കാരണമായത്. ഇതുവരെ 39 മരണങ്ങളാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത്. കാണാതായ 9 പേർക്കായി DNA പരിശോധന ഉൾപ്പെടെയുള്ള വിപുലമായ തെരച്ചിൽ തുടരുന്നുണ്ട്. അണക്കെട്ടുകൾ തകർന്നത് മൂലം ഹെങ്ഷൌവിലും ബിനിയാങ്ങിലും മാത്രമായി 64,000-ലധികം ആളുകളെയാണ് മാറ്റിപ്പാർപ്പിച്ചത്. ഈ വലിയ ദുരന്തമുഖത്ത് ചൈനീസ് ദേശീയ ദുരന്ത നിവാരണ സേനയ്ക്കൊപ്പം അയൽ പ്രവിശ്യകളിൽ നിന്നുള്ള രക്ഷാപ്രവർത്തകരും സാധാരണക്കാരായ വോളണ്ടിയർമാരും ഒത്തൊരുമിച്ചാണ് പ്രവർത്തിക്കുന്നത്. ചിൻഷൌ മേഖലയിൽ 3 മീറ്ററിലധികം ഉയർന്ന പ്രളയജലത്തിൽ 5 മണിക്കൂറിലധികം ചെലവഴിച്ച് പ്രായമായവരെ തോളിലേറ്റി മനുഷ്യകോവിഡ് തീർത്താണ് രക്ഷാപ്രവർത്തകർ സുരക്ഷിത സ്ഥാനങ്ങളിൽ എത്തിച്ചത്. ദുരന്തബാധിതർക്ക് സൗജന്യമായി ഭക്ഷണം പാകം ചെയ്ത് നൽകാൻ ഹെനാൻ പ്രവിശ്യയിൽ നിന്നും 1600-ലധികം കിലോമീറ്റർ വണ്ടിയോടിച്ച് മൊബൈൽ കിച്ചനുമായി എത്തിയ സന്നദ്ധ പ്രവർത്തകരും ഈ ദുരന്തമുഖത്തെ വലിയ ആശ്വാസമാണ്. വരും ദിവസങ്ങളിൽ ഈ മേഖലയിൽ വീണ്ടും കനത്ത മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ്. തകർന്ന അണക്കെട്ടുകളുടെയും സുരക്ഷാ പരിശോധനയും അടിസ്ഥാന സൗകര്യങ്ങളുടെ പുനരുദ്ധാരണവും യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുകയാണെങ്കിലും നാടെങ്ങും പടർന്നു പിടിച്ച വിഷപ്പാമ്പുകളുടെ സാന്നിധ്യം, വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ, മനുഷ്യനാശങ്ങൾ യഥാർത്ഥത്തിൽ ചൈനീസ് ജനത ഇപ്പോഴും മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ്.